ദുബായ് മോളിൽ സ്ഥിതി ചെയ്യുന്ന ആർട്ട് മ്യൂസിയം, ആ മ്യൂസിയത്തിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ ഇനിയും കാണാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് നമ്മളൊരു കടൽക്കരയിൽ പോയി നിന്നാൽ എങ്ങനെ ഇരിക്കുമോ ആ ഒരു പ്രതീതി തരുന്ന രീതിയിലുള്ള നല്ല അടിപൊളി കാഴ്ചകളും ഒരു ഫീലിങ്ങുമാണ് നമ്മൾക്ക് ഈ ഒരു പ്ലേസിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു മ്യൂസിയം അത്യാധുനിക ഡിജിറ്റൽ ഇൻസ്റ്റാളേഷനുകളുടെയും കലയും സാങ്കേതികവിദ്യയും ഭാവനയും മിശ്രണം ചെയ്യുന്നതിലൂടെയും ഒരു മാസ്മരിക യാത്ര വാഗ്ദാനം ചെയ്യുന്നതാണ്. അതിരുകൾ അലിയുന്ന ഒരു ലോകത്തേക്ക് സന്ദർശകരെ കൊണ്ടുപോകുന്നു. ഓരോ പ്രദർശനവും ഉജ്ജ്വലമായ പ്രൊജക്ഷനുകൾ, സംവേദനാത്മക ഘടകങ്ങൾ, ശ്വാസമെടുക്കുന്ന വിഷ്വലുകൾ എന്നിവ ഉപയോഗിച്ച് സജീവമാകുന്നു. എങ്ങോട്ട് നോക്കിയാലും ചുറ്റിനും ഈ ഒരു കാഴ്ചകളാണ്. അതായത് മൊത്തം ഒരു ഗ്ലാസ് ഹൗസിലൊക്കെ കയറിയെന്നാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ഫീലിംഗ് ആണ്. അതായത് കണ്ടില്ലേ, നമ്മൾ എങ്ങോട്ട് നോക്കിയാലും മൊത്തം ഗ്ലാസ് ആണ്. നമുക്ക് നടുക്ക് നിന്നിട്ട് എങ്ങോട്ട് നോക്കിയാൽ മുന്നോട്ടും പുറമോട്ടും സൈഡിലോട്ടും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ചകളാണ്. അതിൻ്റെ കൂടെ നല്ല ഒരു മ്യൂസിക്കും ഉണ്ട് ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കുറേ സംസാരങ്ങളൊക്കെ വന്നുകൊണ്ട് ഞാൻ മ്യൂസിക് ഒന്ന് മ്യൂട്ടാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം നമുക്ക് ആ ഒരു ഫീലിംഗ്. ഇതിൻ്റെ ഈ കാഴ്ചകളുടെ ചുറ്റിനും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് ഈ ഒരു കണ്ടില്ലേ, നമ്മൾ കടൽക്കരയിലൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ എന്താണോ ഫീലിംഗ് ആ ഒരു സെയിം ഫീലിംഗ് ആണ്. ആ സൗണ്ടും ആ ഒരു കാര്യങ്ങളും ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് വെള്ളം നമ്മുടെ ദേഹത്ത് തെറിക്കുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് എല്ലാ ഫീലിങ്ങും നമുക്ക് ഈ ഒരു സ്ഥലത്ത് ചെന്നാൽ കിട്ടും. അടുത്തത് രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. അതായത് നമ്മൾ കുറേ മൃഗങ്ങൾ ഈ ഒരു സ്ക്രീനിൽ പ്രൊജക്ടർ ഉപയോഗിച്ച് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ മൃഗങ്ങൾ ഇങ്ങനെ വരുന്നതാണ്. ആദ്യം ഞങ്ങൾ വന്നിച്ചു എന്താണ് സംഭവം എന്നറിയാതെ ഞങ്ങളിങ്ങനെ അന്നേരം കുറേ പേരിങ്ങനെ നോക്കിയപ്പം പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാവരും കാര്യമായിട്ടിരുന്ന് വരയ്ക്കുകയാണ്. വലിയവരും ചെറിയവരും എല്ലാം, കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും എൻജോയ് ചെയ്തിരുന്ന് വരച്ച് ഇങ്ങനെ കൂട്ടുന്നു. അപ്പോൾ നമുക്ക് ഒരു ജിജ്ഞാസയായി എന്താണെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഞങ്ങളും പോയി നോക്കിയപ്പം എല്ലാവരും വരയ്ക്കുന്നത് ഒരു സ്കാനർ ത്രൂ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്നതൊക്കെ ഇവിടെ ഇങ്ങനെ പ്രൊജക്ടറിൽ വരും. അതായത് പിന്നെ അവിടെ ഓരോ മൃഗങ്ങളുടെ ഷേപ്പ് അവിടെ ഉണ്ട്. ബാക്കി നമുക്കിങ്ങനെ എഴുതിയിടാം, അതുപോലെ തന്നെ നമുക്ക് വരയ്ക്കാം. അങ്ങനെ നമ്മൾ വരയ്ക്കുന്നതെല്ലാം ഈ ഒരു സ്ക്രീനിൽ കൂടെ ഇങ്ങനെ വരും. അതിനകത്ത് മലയാളികളൊക്കെ ചിലത് മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. പിന്നെ അല്ലാത്തവർ അവരവരുടെ ഇഷ്ടമുള്ള എന്താണോ, ചിലരാണെങ്കിൽ പേരെഴുതിയിട്ട് പോവും, ചിലർ വേറെ, അങ്ങനെ കുറേ പേര് കണ്ടില്ലേ ഇതുപോലൊക്കെ ഓരോരുത്തരിങ്ങനെ എഴുതി അതിൻ്റെ മലയാളത്തിൽ ഒരെണ്ണം പോകുന്നുണ്ട്. അങ്ങനെ നമ്മളെന്തോ എഴുതുന്നോ അല്ലെങ്കിൽ നമ്മളെന്ത് വരയ്ക്കുന്നോ ആ മൃഗങ്ങളുടെ ഷേപ്പായിട്ട് ഇതുപോലൊക്കെ ഇങ്ങനെ നടന്നു പോകും. അതും നല്ല രസമുണ്ടായിരുന്നു. അതാണ് അവിടെ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവർ വരയ്ക്കുന്ന ഒരു സംഭവം ഇതിലേക്കൂടെ ഇങ്ങനെ നടന്ന് നല്ല ചിരിച്ച് കളിച്ചിങ്ങനെ പോകുന്ന കാണുമ്പോൾ അവർക്കും നല്ല രസമായിരിക്കും. ഈ ഒരു സംഭവം ഞങ്ങളും ആസ്വദിച്ചു കേട്ടോ. ഞങ്ങളും ഞങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ട് പിള്ളേരുടെ പേരും എല്ലാവരുടെയും പേരൊക്കെ എഴുതി ഞങ്ങളും ഇത് നന്നായി ആസ്വദിച്ചു. അവിടെ ഓരോ തവണയും ഓരോ തീം ബേസ്ഡാണ് ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത്. കണ്ടില്ലേ, ഇതിപ്പം വേറൊരു തീമാണ് കാണിക്കുന്നത്. അങ്ങനെ ഓരോന്ന് അവിടെ തീം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില കഥകളൊക്കെ അവർ വിഷ്വലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം മുതൽ കാണുമ്പോൾ ആണ് നമുക്കത് എന്താണെന്നുള്ളത് പിടികിട്ടുന്നത്.
എല്ലാം കഴിഞ്ഞ് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടീ ബാറാണ്. അവിടുത്തെ ഒരു ടീ ബാർ. അതായത് ആ ഒരു ടീ ബാറിൽ ചെല്ലുമ്പോൾ നമുക്ക് പിന്നെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് തിരഞ്ഞെടുക്കാം. കോൾഡ് ടീ ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്, അതായത് നമുക്ക് തരുന്നത്. അത് നമുക്ക് തരുന്ന രസമാണ്, ഈ ഒരു കാഴ്ചയാണ് നല്ല രസമായിട്ട് എനിക്ക് തോന്നിയത്. കണ്ടില്ലേ, അവരാ കൊണ്ടുവെക്കുന്ന ടേബിളിൽ നമ്മൾ ആ ടീ വെക്കുന്ന അനുസരിച്ചിട്ട് അവിടെ ഇങ്ങനെ പൂക്കൾ കൊണ്ട് അങ്ങ് നിറയും. നല്ല രസമാണ് പൂക്കളുള്ള ടീ എന്ന് പറഞ്ഞാൽ പൂക്കളകത്തില്ല, നമ്മുടെ ആ ടീക്കുള്ളിൽ ആ ഒരു പൂക്കൾ ഇങ്ങനെ വന്ന് നിറയുന്ന പോലെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. മാത്രമല്ല നല്ല ടീ ആയിരുന്നു. അവരാ കോൾഡ് ടീ എന്ന് പറഞ്ഞ് തന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടീ മാത്രമല്ല കോഫി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓഫറൊക്കെ ഇവർ തരുന്നുണ്ട് ടിക്കറ്റ് പ്രൈസിലൊക്കെ. ആ ഒരു ഓഫർ ടൈം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് ഇവിടെയൊക്കെ ഒന്ന് പോകുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾ എപ്പോഴും ഒറിജിനലായിട്ടുള്ള അല്ലേ എപ്പോഴും കാണുന്നത്. അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ചില അവസരങ്ങളിൽ ഇങ്ങനെയുള്ളത് നമുക്ക് ഒന്ന് ആസ്വദിക്കുന്നത് വളരെ നന്നായിരിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ദുബായ് മോളിൽ ഞങ്ങൾ പോയത് മെട്രോ ഉപയോഗിച്ചിട്ടാണ്. മെട്രോ ഉപയോഗിച്ച് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ കുറച്ച് നടക്കാനുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ നടന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ചെല്ലുമ്പോൾ അതൊരു നല്ലൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇതുവരെ പോകാത്തവരൊക്കെ ഒന്ന് പോയി എൻജോയ് ചെയ്യുക.